നിർബന്ധിക്കരുത് ത്രേസ്യാമേ. നിങ്ങളെയൊക്കെ വഴിയാധാരമാക്കിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരുത്തിക്ക് മാത്രം കൊടുത്ത് പുകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം. ഇങ്ങനെ കുറച്ച് 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 അവസാനം മണ്ട പോയ തെങ്ങ് പോലെ ആവരുത് ജീവിതം. അങ്ങനെ എന്നും ചെത്താൻ പറ്റിയ തെങ്ങി കുട്ടനാട്ടിൽ ഇല്ല സുമതി. അതുകൊണ്ട് അതുവരെ നമ്മളിങ്ങനെ വള്ളംകളി കമ്മിറ്റി, ഞാറുനടൽ കമ്മിറ്റി, പാടശേഖര കമ്മിറ്റി, വെട്ടിനിരത്തൽ കമ്മിറ്റി, അങ്ങനെയുള്ള കമ്മിറ്റികൾ കൂടി കൂടി ഇനി അതങ്ങ് വരച്ച് നീട്ടണ്ട. നീട്ടും. ആരും കാണാൻ നിന്റെ കെട്ടിയോണിട്ട് 2 പൊട്ടിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിച്ചില്ലേ? മേരിക്കുട്ടിയുടെ അടിവയറ്റിന് ചവിട്ടിയ തോമാച്ചന്റെ കാല് തല്ലി ഓടിച്ചില്ലേ? അതാണ് കമ്മിറ്റി കൊണ്ടുള്ള ഗുണം. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഈ പൊന്നപ്പറടി ആരിങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് വേണ്ടി. മതി മതി പൊന്നപ്പേട്ട, കടവെത്തി ഇറങ്ങാം. മതി കൊച്ചു കളി. വാ വാ കടവെത്തി. മൈനത് പെണ്ണിന്റെ ഒരു തമാശ. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം, ഗോവിന്ദനാശന്റെ കയ്യിൽ നിന്ന് 501 രൂപ കിട്ടിയാലേ നാളെ മൈക്ക് സെറ്റും നാവ് സെറ്റും വർക്ക് ചെയ്യൂ. അതുകൊണ്ട് എല്ലാരും നല്ല പയറ് പോലെ ഇടിച്ചിടിച്ചു. പെണ്ണപ്പഴിപ്പാടെ വരുന്നുണ്ട്. പിരിവാ പിരിവാ. ആശാൻ അത്ര മാറിക്കോ. അനുഭവിച്ചോ. നമസ്കാരം. ഇതിപ്പോ ഏത് കമ്മിറ്റിയാ പൊന്നപ്പാ? ഇത് കൊയ്ത്ത് കമ്മിറ്റി. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ എന്നിവരെ കുറിച്ച് ഏവനോരത്തെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂലി കൂടുതലൊന്നും കൊടുക്കില്ലല്ലോ. ഇവരുടെ ദിവസക്കൂലി ഇരട്ടിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുന്നമടയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത മഹിളാ ജാഥ റാണി, മാർത്താണ്ഡം, ചിത്തിര എന്നീ പാടശേഖരങ്ങൾ കടന്ന് കൈനഗിരിയിൽ എത്തിച്ചേരുമ്പോ അതും പൊന്നപ്പൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. ഞാൻ ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം. ബാക്കി തങ്കോടി പറയാം. ഞാൻ പോയി പാനിയോട്ടി ഒന്ന് കണ്ടേച്ചു വരാം. ശരി. ഓൾഡ് ഈസ് ഗോൾഡ് എല്ലാം വെക്കുള്ളൂ. ബാക്കി 22 ക്യാരറ്റ്സ് എല്ലാം ഇവിടെ നിൽക്കും. ഒരു 2001 എഴുതാശാനെ. 2001 എങ്കിലും 1001 കിട്ടൂ. അയ്യോ ചേച്ചാ 5000 ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല. ശ്രീ ആലക്കൽ ഗോവിന്ദ്. പാപ്പിയമ്മേ, ആടിന് തീറ്റ കൊടുത്തോ? കൊടുത്തു. ആലപ്പുഴയിലൊക്കെ താറാമുട്ടയ്ക്ക് 3 രൂപ 10 പൈസ ഉണ്ടെന്ന് കായലി വെച്ച വാസൂട്ടൻ പറഞ്ഞു. ഇവിടെ ഒരു ദുഷ്ടന്റെ കടയിലാണെങ്കിൽ എന്നും 2.5. പറ്റിച്ചു നിന്നിട്ട് വല്ല ഗുണവും പിടിക്കുന്നുണ്ടോ? അതുമില്ല. കാപ്പി അതോടെ വെച്ചേക്ക്. റേഡിയോയിലാണെങ്കിൽ ചുക്കിന്റെയും ചുണ്ടാമ്പിന്റെയും കുരുമുളകിന്റെയും വില പറയും. പക്ഷെ താറാമുട്ടയുടെ വില മാത്രം പറയില്ല. അഡ്രസ് കിട്ടിയിട്ട് വേണം ആ ആകാശവാണിക്കാർക്കൊരു കത്തെഴുതാൻ. പ്രേമലേഖനമാണോ? അതെ. എന്റെ വില നഷ്ടമുണ്ടോ? നഷ്ടപ്പെടാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഓ വിപ്ലവം. എന്താ ഈ സമയത്തൊരു കറക്കം? ഒന്നുമില്ല. മമ്മിയെ കാണാൻ വന്നതായിരിക്കും അല്ലേ? പെറ്റ തള്ളയായി പോയില്ലേ, കാണാതിരുന്നപ്പോ ഒരു വിഷമം. ബഹളം വെക്കണ്ട. ഓ അതെടുത്ത് അണ്ണാക്കിൽ ഒഴിച്ചോ? അവക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. ഘട്ടം കാപ്പി കുടിച്ച് ശീലിക്കരുത്. അവളെ വല്ലവരും കട്ടോണ്ട് പോകും. ഗീതേ, എന്തോ ഒരു 50 രൂപയും തന്നെ. ഇതേ രാവിലെ മഹിളാ ജാഥയെന്ന് മഹിളകളെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് 501 രൂപയുടെ ഒരു കുറ്റിയാ കയറിയത്. അതും കടം. ഇനി ഇത് വാങ്ങിക്കണേ 1000 രൂപയുടെ നടപ്പ് നടക്കണം. ഇയാള് നടക്കേ ഓടേ എന്താന്ന് വെച്ചാ ചെയ്തു. അല്ല ഇങ്ങനെ ചോദിക്കുമ്പോ എടുത്തന്നെ ഇവിടെ നിന്ന് അടിച്ചു വെച്ചിരിക്ക. എന്താടി തന്നാൽ? എടി എന്താടി തന്നാൽ? വള്ളം മുങ്ങി നിന്റെ തന്തയും തള്ളയും ചത്ത അന്ന് മുതൽ നിന്നെ ഇക്കാണെന്ന മുതലാക്കി വളർത്താനും നോക്കാൻ എന്റെ തള്ളെ തന്നില്ലേ? ഇമാതിരി വേസ്റ്റ് പരിപാടിക്ക് സ്വന്തം തള്ളെ ആരെങ്കിലും തരുവോടി? തന്നെങ്കിലേ അവരുടെ മോൻ എന്റെ കാശിന് ഒരുപാട് ഞണ്ണിട്ടുണ്ട്. അതായത് ഞാൻ 7ാം വാർഡ് മെമ്പർ പൊന്നപ്പൻ. അതെ അതെ അതെ. തിന്നും, ഇനിയും തിന്നും. അല്ല തിന്നായിരിക്കാൻ നമ്മളൊന്നും വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ. അയ്യോ ബന്ധം ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ ഈ കണക്കിന് വല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ശല്യം സഹിക്കാൻ വേണ്ടി പണ്ടേ കെട്ടി തൂങ്ങി ചാകേണ്ടി വന്നേരെ. അതുകൊണ്ട് പൊന്നപ്പെട്ടപ്പോ തനിക്ക് കാശ് ഇരുന്ന പ്രശ്നമില്ല. അവൾ പറഞ്ഞത് കേട്ടില്ല. ഏറെ പോടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു 50 രൂപ തരാൻ പറഞ്ഞു. ഞാൻ പറയത്തില്ല. ഞാൻ ഇനി മാസം ഇങ്ങോട്ട് വരത്തില്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഒരു 50 രൂപ കൊടുത്തേക്ക്. ഞാൻ ഇപ്പൊ വരാം. മോളെ അരിവാളും കൂടെ എടുത്തോ. എന്താ അവള് കൊയ്ത്തിന് പോകുന്നു? അവൾ ടി വി കാണാൻ പോകുന്നു. അരിവാ എടാ തിരിച്ചു വരുമ്പോഴേ ഇരുട്ടും. അതുകൊണ്ടാ അരിവാളും കൂടെ എടുത്തോളാൻ പറഞ്ഞത്. എനിക്ക് സമയമില്ല. 50 രൂപ തന്നല്ലേ. ഓ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ചന്ദ്രടാ കാശ് പിന്നെ തന്നാലും മതി. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കാതെ നീ അടങ്ങില്ലല്ലേ? കാശ് പോ. ഒരുമിച്ച് നടന്നു വിചാരിച്ച് പോലീസ് പിടിക്കത്തൊന്നുമില്ലല്ലോ. അതെ ഇയാളെ പ്രേമിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ആഴ്ച ചേട്ടിക്ക് 25 രൂപ സമയത്ത് തരാൻ കയ്യില്ലാത്ത ഒരാളെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ടാ? അതെ എന്നെ കെട്ടാനേ നല്ല ചെത്ത് പയ്യന്മാര് വരും. നല്ല അന്തസ്സായിട്ട് എന്റെ കല്യാണം നടത്താനുള്ള കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നല്ല നാദസ്വരവും മുല്ലപ്പന്തലും 4 കൂട്ടം പായസവും. ഇയാള് ഞെട്ടും. ഒന്ന് പോവണേ. മാർച്ച് 1 ആയിക്കോട്ടെ. എന്റെ അച്ഛനും അമ്മയും വള്ളം മുങ്ങി ചത്തതിന്റെ സർക്കാർ എന്ന കാശ് ബാങ്കിലുണ്ട്. 18 വയസ്സായി അത് കിട്ടും. പിന്നെ മുട്ട വിറ്റും ചിട്ടി നടത്തിയും പാല് വിറ്റും ഇപ്പൊ എത്രയായി? കല്യാണം അടിപൊളിയായിരിക്കും. ഉപ്പ് വിളമ്പാൻ ഇവിടെ കാണണേ. അന്ന് മനസ്സിലുണ്ടായിരുന്നത് പറയാൻ മറന്നുപോയതാണ്. സുമംഗലീനി ഓർമ്മിക്കൊന്നും പാടിയടക്കേണ്ടി വരരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. എന്ത് കുന്തം? വേണ്ട വേണ്ട, ഞാൻ ഇയാളെ പുറകെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തില്ല. എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? ആലപ്പുഴ ചെല്ലുമ്പോ നല്ല ചെക്കന്മാരെ കിട്ടാൻ പരസ്യം കൊടുക്കണേ എത്ര രൂപയാണെന്ന് തിരക്കോ?
പരസ്യമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദിവസക്കൂലി തന്റേതല്ലാത്ത കാരണത്താൽ ഇരട്ടിയാക്കി തരാനുള്ള നടപടിക്രമങ്ങൾ സുലൈമാനിക്ക, ഒരു ചായ ദാ പുറപ്പെട്ട് കഴിഞ്ഞ്. എന്തിനാ പൊന്നപ്പേട്ട ഇപ്പൊ ചായക്കട കയറിയേ? നിങ്ങളുടെ വിശപ്പിന്റെ വിളി ഞാനല്ലാതെ വേറെ ആര് കേൾക്കാൻ? എല്ലാരും ഇരിക്കെ, വയറ് നിറച്ച് മേടിച്ച് കഴിക്കുക. സുമതി, സുലൈമാനെ എന്താ കഴിക്കാനുള്ളത്? അപ്പോ മോട്ടെ എന്നാ ആവശ്യത്തിന് അപ്പവും മുട്ടയെങ്കിൽ പോരെ. ദാ പുറപ്പെട്ട് കഴിഞ്ഞ്. നമസ്കാരം. ഇതാരും പൊന്നപ്പെട്ടനോ? എപ്പ എത്തി? ഓ, രാവിലെ ഈ സഹോദരിമാരെ കെട്ടിയൊരുക്കി ഇറക്കണ്ടേ? 10 മണിക്ക് കമ്മിറ്റി, ഉച്ചയ്ക്ക് ബഹളാജാഥ, വൈകിട്ട് സമാപനം. ചന്ദ്രനെ കണ്ടപ്പോ സമാധാനമായി. ഇങ്ങ തന്നെ എന്ത്? അപ്പൊ അറിഞ്ഞില്ലേ? ഇന്നലെ രസീത് കൊടുത്തിരുന്നു 501 രൂപ. ആ കാശ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാനില്ലാത്ത സമയത്ത് എന്റെ അച്ഛനെ പറ്റി എഴുതിയ കാശല്ലേ, അത് ഞാൻ തരില്ല. ചന്ദ്രേട്ടാ, ദാ ബോട്ട് വന്നു. അയ്യോ, ഇക്കാ ചായ ക്യാൻസൽ. ചന്ദ്ര ചന്ദ്ര കാശ് താ, ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അവളുമാര് തിന്നുന്ന തീറ്റി കണ്ടോ? ചതിക്കരുത്. തരാം. വീട്ടിലൊരു മച്ചി പശു നിപ്പുണ്ട്, അതിനെ കച്ചവടം ആക്കി തന്ന രൂപ 501 അപ്പ കൈ തരാം. ഓക്കെ? ഇത് ചക്കയ്ക്ക് വരും ചുക്കെന്ന് പറഞ്ഞ പോലായല്ലോ. ഈ മച്ചി പെണ്ണുങ്ങളോടൊപ്പം മച്ചി പശുവിനെ ഞാൻ ചുമക്കണമല്ലോ. കാശില്ലാതെ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും? ഇറങ്ങണ്ട, ഇതും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. സഹോദരിമാരൊക്കെ കൂടെ 46 അപ്പവും 16 മുട്ടയും കഴിച്ചു വെച്ചിരിക്കുക. കഴിക്കട്ടെ, അവര് കഴിക്കുന്ന എന്റെ സുഖം. ഇവരില്ലാതെ എനിക്കെന്താ ഘോഷം. എനിക്കെന്താ 2 അപ്പവും മുട്ടേ? തീർന്ന് കണ്ടില്ലേ വലിച്ചു കയറ്റുന്നത്. അപ്പ കാശ് ഗോൾഡ് മതിയോ? മാലയാണ്. വനമാല ദേ. ഇതിവിടെ എന്തിനാ? ഗോൾഡ്, ഓൾഡ് ഈസ് ഗോൾഡ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, വൈകുന്നേരം കാശ് ഞാൻ തിരിച്ചെടുത്തോളാം. ദാ പൊന്നപ്പാ, മൈക്ക് സെറ്റാന്റെ മുന്നിൽ എന്നെ പണം ഇരുത്തി പോലെ ആകരുത്, എന്നെ അങ്ങ് എടുത്തോണം. എടുത്തോളാം. നേരത്തെ ഇനിയും വെക്കാനുള്ളതല്ലേ, നല്ല പണി തീരുവയാ. വരട്ടെ. വരണ്ട, ഈ പണയും ഉരുപ്പിടി വെച്ച് ബാക്കി എല്ലാം എടുത്തോ. അതെയോ? എടുത്തോളാം. കാര്യം എന്തൊക്കെയായാലും സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതിന്റെ അന്തസ്സുണ്ട് ചന്ദ്ര. മച്ചിപ്പശുങ്ങി മച്ചിപ്പശു. നേരം വെളുക്കുമ്പോൾ ആ അന്തസ് കാണുമോന്ന് സംശയമാണ്. ഏതായാലും വില 1750 കുറയും. അതേത് കണക്ക്? അപ്പൊ മറന്നോ എനിക്ക് തരാനുള്ളത്? പോരല്ലോ, പൊന്നപ്പന് 500. എല്ലാം കൂടി കിട്ടുന്ന കാര്യം സംശയിഷ്ട. ഓ, ആ നാക്കെടുത്ത് വളയ്ക്കാതെ നടങ്ങും. എന്തെങ്കിലും മിച്ചം കിട്ടുമെന്ന് വെച്ചാൽ ഞാനും നിൽക്കുന്നു. 1750 കുറയ്ക്കല്ലേ? സൂക്ഷിച്ച് വരുമ്പോഴേ വലത് കാല് വെച്ചിറങ്ങി എനിക്ക് ജോലി ഉണ്ടാക്കരുത്. എനിക്ക് ഇടത് കാലം വെക്കാം. എന്നാ വെക്ക്. ഇത് കേറ്റി കാലിത്തങ്കൻ. ഈ കന്നുകാലി കച്ചവടം നടത്തി കിട്ടിയ പേരായിരിക്കും അല്ലേ? അല്ല, പേര് ഞാൻ നേരത്തെ ഇട്ടു. ഇതെന്റെ ആദ്യത്തെ കച്ചവടമാ. ആലപ്പുഴ ഒരു ചായക്കടയിൽ പൊറോട്ട അടിയായിരുന്നു. ഇറച്ചിയോടുള്ള കൊതി കാരണം അവിടെ ബീഫ് സപ്ലൈ ചെയ്യുന്ന വർക്കിയുടെ സ്റ്റാഫായി. ആദ്യമായിട്ടാ വർക്കി ഒരു കച്ചവടത്തിന് പറഞ്ഞു വിടുന്നത്. ഇനി വെച്ചടി കേറ്റമായിരിക്കും. അവസാനം അടി മാത്രം ആവരുത്. നോ കമന്റ്മെന്റ്സ്. പശുവോടെ ഇവിടെ ഇല്ല, തൊഴുത്തില്ല. തൊഴുത്തിലെങ്കിൽ പശുവിനെ കാണുന്നതിന് മുമ്പ് ആദ്യം അഡ്വാൻസ് എടുക്കുക. അഡ്വാൻസോ? അതിന് വില ഉറപ്പിച്ചില്ലല്ലോ. എന്റെ ഏത് കച്ചവടത്തിനും ആദ്യം അഡ്വാൻസ്, പിന്നെ വില ഉറപ്പിക്കൽ. അതാ അതിന്റെ ഒരു മര്യാദ. അത് എവിടത്തെ മര്യാദയാണ്? ഇവിടുത്തെ മര്യാദ. പശു നിന്നേം കാത്ത് അവിടെ ആ തൊഴുത്തിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. അഡ്വാൻസ് എന്നിട്ട് വേഗം അങ്ങോട്ടേയല്ലേ. എത്രയാണ് അഡ്വാൻസ്? 500 രൂപ. ഒന്ന് വേഗം താ. ഇനി പശുവിനെ കാണുവോ, കച്ചവടം ഉറപ്പിക്കോ, കറക്കോ, പെറിയിക്കോ, എന്താന്ന് വെച്ചാ 500 കിട്ടി. 1 രൂപ വേണ്ട. പശുവിനെ കാണിച്ചതാ. ധൃതി വെക്കാതെ പൂ പറിക്കാൻ പോവല്ല, മോട്ടിക്കാൻ പോവാ കേട്ടാ. ഒറ്റ വെക്കരുത്. അച്ഛനും അമ്മയും എണീറ്റ എല്ലാം പൊളിയും. അതുകൊണ്ട് മിണ്ടാതെ പതുക്കെ എന്റെ പുറകെ വാ. എന്തുട്ടികള് ബഹളം വെക്കണു? വാപൊത്തി പിടിക്കടാ. എവിടെ പോണ്? വാപൊത്താൻ നിന്റെ പൊത്ത് തരാടാ ഞാൻ. ഹലോ, മോഷ്ടിക്കാൻ എല്ലാവരും പശുവിനോട് പറഞ്ഞിട്ടില്ല. അയ്യോ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ആദ്യം വില പറ. മോഷ്ടിക്കണ പശുവിന് കാശ് കൊടുക്കുന്ന കാര്യമില്ല. ഇവിടെ മോട്ടിക്കുന്ന പശുവല്ല ഞങ്ങളാ. തനിക്ക് പശുവിനെ വേണം വില പറ. ഇല്ലെങ്കിൽ താൻ പൊന്നപ്പന് കൊടുത്ത് 500 രൂപ ഗോവിന്ദ. അയാളിന് മഷിയിട്ട് നോക്കിയാൽ കിട്ടിയല്ല. അങ്ങനെയാണെങ്കിൽ 2000 രൂപ വരും. പക്ഷെ അമ്മിണീന് തരില്ല. അമ്മിണിയാ, ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഇവിടെ പശുവിന്റെ പേരാ അത്, അമ്മിണി. അങ്ങനെ 2500 രൂപ വരും. നടക്കുകയല്ല. നടക്കാത്ത പശുവിനെ കൊണ്ട് ഞാനങ്ങനെ ആലപ്പുഴക്ക് പോകും. അയ്യോ, എടോ കച്ചവടം നടക്കൂല എന്നാ പറഞ്ഞത്. 3000 രൂപ തന്നാ പിടിച്ചോ കയറ്. 3000 രൂപ കയറാ. എടോ, കയറിന്റെ അടുത്ത് പശു കാണും. ശരിയാണ്, കയറിന്റെ അടുത്ത് പശു ഉണ്ട്. കള്ളേ, ഇത് തർക്കിക്കണ്ട. ഒരു 2750 രൂപ. താൻ ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അച്ഛനമ്മയും വിളിച്ചെണീപ്പിക്കും. അവരെണീറ്റാ തന്റെ മാനവും പോവും, തന്റെ കാശും പോവും, തന്റെ പല്ലും പോവും. അച്ഛന്റെ പണ്ടാരടങ്ങാനായിട്ട് ഇനി വയറ്റാറ്റയുടെ തകരാറ് കൊണ്ട് കൊച്ചു പെണ്ണായി പോയത് പറയണ്ട. എന്നാ പിടിച്ചേ. അപ്പൊ ഒക്കെ പശുവും കയറും എന്താണെന്ന് വെച്ചെടുത്തു. എന്റെ 1750 ചന്ദ്ര. ഇത് മുഖം മേലെ അമ്മിന് തന്നെ. എന്റെ തങ്കച്ചോ, താങ്ക്സ്.